മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം നിർവഹിച്ച ചിത്രമാണ് തുടരും. സിനിമയുടെ മേക്കിംഗും മോഹൻലാലിന്റെ പെർഫോമൻസും മികച്ചു തന്നെ നിൽക്കുന്നുവെന്ന് സിനിമ റിലീസായതു മുതൽ പ്രേക്ഷകർ പറയുന്നുണ്ട്. ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ്. കേരളത്തിൽ നിന്ന് മാത്രം 89 കോടി രൂപയിലധികം നേടി ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുകയാണ് ചിത്രം. ആഗോളതലത്തിൽ ഇതിനോടകം തന്നെ ചിത്രം 200 കോടിയിലേറെ നേടിക്കഴിഞ്ഞു. എമ്പുരാന് വലിയ രീതിയിലുള്ള പ്രീ റിലീസ് പബ്ലിസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അത്രത്തോളം പ്രൊമോഷനോടെയല്ല തുടരും പ്രേക്ഷകരിലേക്ക് എത്തിയത്. ചിത്രത്തിന് വലിയ രീതിയിൽ തന്നെ ലഭിക്കുന്ന മൗത്ത് പബ്ലിസിറ്റിക്ക് പിന്നാലെ ബോക്സ് ഓഫീസിൽ ഓരോ ദിവസവും സംഭവിക്കുന്ന മാറ്റങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായെന്ന കാര്യം ആശീർവാദ് സിനിമാസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബുക്ക് മൈ ഷോയിലൂടെ തുടരുമെന്ന ഹിറ്റ് ചിത്രത്തിന്റെ 40 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്. ലളിത എന്ന വീട്ടമ്മയായി ശോഭന എത്തിയപ്പോൾ താരത്തിന്റെ പ്രകടനവും മികച്ച അഭിപ്രായങ്ങളാണ് നേടുന്നത്. 15 വർഷത്തിന് ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ച് എത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ഫർഹാൻ ഫാസിൽ, മണിയൻപിള്ള രാജു, ബിനു പപ്പു, ഇർഷാദ് അലി, ആർഷ കൃഷ്ണപ്രഭ, പ്രകാശ് വർമ്മ, അരവിന്ദ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. KR സുനിലിന്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും KR സുനിലും ചേർന്നാണ് തിരക്കഥയൊരുക്കുന്നത്. ഷാജികുമാർ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിഷാദ് യൂസഫ്, ഷെഫീഖ് VB എന്നിവരാണ് നിർവഹിച്ചിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റേതായി പുറത്തിറക്കിയ സക്സസ് ട്രെയിലർ വലിയ രീതിയിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. ചിത്രത്തിലെ പ്രധാന രംഗങ്ങളും കഥാപാത്രങ്ങളെയും ഉൾക്കൊള്ളിച്ചുള്ള ട്രെയിലർ ആരാധകർക്കിടയിൽ ഒരു ആഘോഷമായിരുന്നു. അതേസമയം വൻതുകയ്ക്ക് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.